അത്യാവശ്യമായിട്ട് വേറെ വിജയകുമാർ സീരിയസ് ആയിട്ടൊരു കാര്യം ഞാൻ ഗോവിയിലേക്ക് വരാം. അപ്പോൾ പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണത്തിലെ ദുരൂഹത 24 ആണ് പുറത്തു കൊണ്ടുവന്നതെന്ന് പ്രേക്ഷകർക്കറിയാം. നിങ്ങൾക്കറിയുന്ന പോലെ ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ റിപ്പോർട്ടർ MG പ്രതീഷാണ് ഈ വാർത്ത. ശരിക്കും സാധാരണ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രതീഷ് അവിടെ പോയതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ചെയ്യുമ്പോഴാണ് ഇത്രയും വലിയ ഒരു ഭീകരമായ പീഡനം അനുഭവിച്ചതിന് ശേഷമാണ് മരണത്തിന് സിദ്ധാർത്ഥൻ കീഴടങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇന്നും കൂടെ 24-ൻ്റെ മോർണിംഗ് ഷോയിലും ഒക്കെ തന്നെ ആ പിതാവ് പങ്കെടുത്തിരുന്നു. എൻകൗണ്ടറിൽ അദ്ദേഹം വന്നിരുന്നു. എന്തായാലും ആ അമ്മയ്ക്കും അച്ഛനും ഇനി എന്തെങ്കിലും കണ്ണീർ തോരുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. പല ആളുകൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മളെന്തിനാ ഇതിങ്ങനെ പെരുപ്പിച്ച് പറയുന്നത്? നമുക്ക് ഇതൊക്കെ ആദ്യ സംഭവമാണോ കേരളത്തിൽ? ഇത് അവസാനത്തെ സംഭവം ആകണം, അത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ആ സ്റ്റോറിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ MG പ്രതീഷ് അവിടെ എത്തുന്ന ദിവസം മുതൽ സീനിയർ വിദ്യാർത്ഥികളും സിദ്ധാർത്ഥിനോടൊപ്പം പഠിക്കുന്ന സഹപാഠികളുമടക്കം ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ JS സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണം കേരളം നടുങ്ങിയ ക്രൂരത പുറത്തു കൊണ്ടുവന്നത് 24. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രധാന പ്രതി പിടിയിലായി. പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. JS സിദ്ധാർത്ഥന് നീതിക്കായി നിരന്തരം വാർത്ത. പ്രത്യേക സംഘം ഈ കേസ് ഏറ്റെടുക്കുന്നുണ്ട്. 12 പേരിൽ ഒരാളാണ്. കേരളം ഏറ്റെടുത്ത വാർത്ത, കൊടും ക്രൂരതയെ തുറന്നു കാട്ടിയ വാർത്ത. ഒരു കാരണവശാലും ഈ പ്രതികളെ വെറുതെ വിട്ടുകൂടാ. 24 ഒരു നന്ദി പറയുകയാണ്. നന്ദി വേണ്ട സാർ, ഞങ്ങളുടെ ദൗത്യമാണ്. 24 ആദ്യമറിഞ്ഞത്, ആഴത്തിലറിഞ്ഞത്, ആധികാരികമായത്. പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഫോൺ ഇടയ്ക്ക് ഓഫായിരുന്നു, ഞാൻ എപ്പം ചാർജ് ചെയ്തിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തോ തിരികെ പോകുന്നത് എറണാകുളത്ത് എത്തിയപ്പോൾ എനിക്കൊരു എന്നെ അവിടുന്ന് വിളിച്ചിട്ടൊരു സർട്ടിഫിക്കറ്റ് എന്തോ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരികെ പോകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്തായാലും സ്വന്തമായിട്ട് എന്തായിരുന്നാലും ചെയ്യാനുള്ള ധൈര്യം ഇല്ല അവന്. എന്തോ ഒരു അവൻ ഭയങ്കര പേടിയാണ്, ശരിക്കും പേടിയിൽ ആരൊക്കെ എന്തോ. സിദ്ധാർത്ഥിന്റെ അമ്മ ഷീജയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് തുടങ്ങിയതാണ് മരണത്തിലെ ദുരൂഹത നീക്കാനുള്ള 24 ദൗത്യം. ഫെബ്രുവരി 15-ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയ സിദ്ധാർത്ഥ എറണാകുളത്തിറങ്ങി തിരികെ കോളേജിലേക്ക് പോകണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകണമെന്ന ഉറപ്പായിരുന്നു. തുടക്കം മുതൽ സഹപാഠികൾ കാണിച്ച ഭീതിയും മറച്ചുവയ്ക്കലും ദുരൂഹതകൾ വർദ്ധിപ്പിച്ചു. സിദ്ധാർത്ഥിന്റെ മരണത്തിലെ ദുരൂഹതകളും ക്രൂരമർദ്ദനം നേരിട്ടെന്ന കുടുംബത്തിന്റെ ആരോപണങ്ങളുമായിരുന്നു 24 പുറത്തുവിട്ട ആദ്യ വാർത്ത. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത കുടുംബം ആരോപിക്കുന്നു. നെടുമങ്ങാട് വിനോദ് നഗറിലെ ജയപ്രകാശ് ഷീബ ദമ്പതികളുടെ മകൻ സിദ്ധാർത്ഥിനെയാണ് ഹോസ്റ്റലും ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് മുമ്പ് സിദ്ധാർത്ഥിനെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചുവെന്ന കുടുംബം പരാതി പറയുന്നു. വാർത്തയ്ക്ക് പിന്നാലെ 12 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കി. അപ്പോഴും സംശയങ്ങൾ ബാക്കി. ഫെബ്രുവരി 24-ന് സിദ്ധാർത്ഥ് നേരിട്ട ക്രൂരമർദ്ദനങ്ങൾ 24 പുറത്തുവിട്ടു. SKN വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിലാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം ശരിവെച്ചുകൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കുടുംബം ആരോപിച്ച ഒരു കാര്യം സിദ്ധാർത്ഥിന് കോളേജിൽ വെച്ച് ക്രൂരമായി മർദ്ദനമേറ്റു എന്നതാണ്. ഫെബ്രുവരി 26-ന് 24 വാർത്ത ശരിവെച്ച് സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. 12 വിദ്യാർത്ഥികൾക്കെതിരെ റാഗിംഗ് നിരോധന കുറ്റം ചുമത്തി. സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിൽ 3 ദിവസം പഴക്കമുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. താടിയിലും തലയ്ക്കും ക്ഷതമേറ്റ പാടുകളുണ്ട്. ഇരുമ്പ് വടികൊണ്ട് തലയ്ക്ക് അടിച്ചുവെന്നാണ് സൂചന. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണം കൽപ്പറ്റ DYSP ഏറ്റെടുത്തു. പിന്നാലെ ആദ്യ അറസ്റ്റ്. പരസ്യ വിചാരണ നടത്തി എന്നതടക്കമുള്ള വലിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നിലവിൽ 6 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ 6 വിദ്യാർത്ഥികളും ഇതേ കോളേജിൽ പഠിക്കുന്നവരാണ്. വെറുമൊരു കലാലയ ആത്മഹത്യയായി മാത്രം അടയാളപ്പെടുത്തുമായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണം ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. സമാനതകളില്ലാത്ത ക്രൂരതകൾക്കെതിരെ ജനരോഷം ഇരമ്പി. ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ആ ക്രൂരതകളെ തള്ളിപ്പറഞ്ഞു. അങ്ങേയറ്റം നമ്മളെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെയോടെ കേസിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിലായി. സിദ്ധാർത്ഥിൻ്റേത് ആത്മഹത്യയോ കൊലപാതകമോ എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണമായിട്ടില്ല. വാർത്തയെ തള്ളിപ്പറഞ്ഞവർക്കും ന്യായീകരണവുമായി എത്തിയവർക്കും മറുപടിയായി ഇന്ന് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ നിർണായക ശബ്ദരേഖയും
24 പുറത്തുവിട്ടു. അവനെ തല്ലിയിട്ടുള്ളവര് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവനെ തല്ലിക്കുന്നത് തന്നെയാണ്. അവന്റെ ബാച്ചിലുള്ളവരും ഇതിൽ പങ്കുണ്ട്. ഒരാളെ പോലും വെറുതെ വിടരുത്, കൊന്നതാ. അവന്മാര് പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചവന്മാരുടെ കഴുകന്മാരെ കാണും മോശം ആൾക്കാർ. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ രാഷ്ട്രീയം നോക്കാതെ നടപടിയെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ പ്രതികളെ CPM സംരക്ഷിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം. സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്ന ക്രൂരമർദ്ദനവും പിന്നീടുണ്ടായ വീഴ്ചകളും എണ്ണി പറഞ്ഞത് 24 ആണ്. സിദ്ധാർത്ഥിന് നീതി കിട്ടും വരെ ആ ദൗത്യം തുടരുക തന്നെ ചെയ്യും. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.